السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحابه الفائزين. أما بعد. وعنه قال رسول الله صلى الله عليه وسلم: إذا كانت ليلة النصف من شعبان ഫഖൂമു ലൈലഹ വസൂമു നഹാറഹ. പരിശുദ്ധമായ ശഅബാൻ മാസത്തിൻ്റെ പകുതിയായാൽ എന്ന് പറഞ്ഞാൽ 15-ാമത്തെ രാത്രി അഥവാ ഇന്നത്തെ രാത്രി ബറാഅത്ത് രാത്രിയായാൽ ഫഖൂമു ലൈലഹ വസൂമു നഹാറഹ, അതിൻ്റെ രാത്രി നിങ്ങൾ ഇബാദത്തെടുക്കണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ രാത്രി വളരെയധികം ദുആക്ക് ഇജാബത്തുള്ളൊരു രാത്രിയാണല്ലോ. അപ്പോൾ ഇന്നത്തെ രാത്രിയിൽ നിങ്ങൾ ധാരാളം ഇബാദത്തുകൾ ചെയ്യണം. ഫഖൂമു ലൈലഹ വസൂമു നഹാറഹ, ഈ 15-ൻ്റെ പകൽ നിങ്ങൾ നോമ്പ് നോക്കുകയും വേണം. ചില ആളുകളൊക്കെ ബറാഅത്തിൻ്റെ നോമ്പ് എന്ന് പറഞ്ഞിട്ടൊരു നോമ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന വിവരമില്ലാത്തവരുണ്ട്. വസൂമു നഹാറഹ, നിങ്ങൾ അതിൻ്റെ പകൽ നോമ്പ് നോക്കണം. ബറാഅത്തിൻ്റെ രാത്രി നാളെയാണ്, ബറാഅത്തിൻ്റെ പകൽ 15-ാമത്തെ പകൽ നാളെയാണ്. അന്ന് നിങ്ങൾ നോമ്പ് നോക്കണം. എന്നിട്ട് അതിൻ്റെ ധാരാളം മഹത്വങ്ങളും പറഞ്ഞു. മാത്രമല്ല, ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, 5 രാത്രികളിൽ അല്ലാഹു തആല ദുആ സ്വീകരിക്കുന്ന 5 രാത്രികളുണ്ട്. അതിൽപ്പെട്ട ഒരു രാത്രിയാണ് ഇന്നത്തെ ബറാഅത്തിൻ്റെ രാത്രി, ശഅബാൻ മാസത്തിൻ്റെ 15-ാമത്തെ രാത്രി എന്ന് മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ഈ ബറാഅത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വർഷത്തേക്കുള്ള എല്ലാം അല്ലാഹു തആല തീരുമാനിക്കുന്ന ഒരു രാത്രിയാണ്. അഥവാ നമ്മൾ മരിക്കുന്നത് വരെയുള്ളത് അല്ലാഹ് തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു വർഷത്തിൽ നിന്ന് അടുത്ത വർഷത്തേക്കുള്ള ഒരു പുതിയതായ ഒരു അല്ലാഹു തആല റിസ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുക്കുന്ന ദിവസമാണ്. അതാണ് പണ്ട് മുതൽക്കേ നമ്മുടെ മഹാന്മാരൊക്കെ 3 യാസീൻ ഓതും. മഗ്രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിലായി 3 യാസീൻ ഓതും. ഒന്ന് റിസ്ക് വിശാലമാകാനും, അതുപോലെ ദീർഘായുസ്സിനും ആഫിയത്തിനും, അതുപോലെ നമ്മുടെ കുടുംബത്തിൽ, വീട്ടിൽ, മക്കളിൽ, സമ്പത്തിലൊക്കെ ബറക്കത്തിന് വേണ്ടി, അതുപോലെ ഈമാൻ സലാമത്തായി മരിക്കാൻ വേണ്ടി എന്നൊക്കെ ഓതുന്ന പതിവ് അതിപ്പോൾ തുടങ്ങിയതല്ല. പണ്ട് മുതലേ നമ്മുടെ മഹത്തുക്കൾ സ്വാലിഹീങ്ങൾ ചെയ്തു വന്നതാണ്. അതേപോലെ തന്നെ സൂറത്തു ദുഖാൻ, അതിൻ്റെ മഹത്വം എന്താണ്? ഒരു രാത്രിയിൽ ഒരാൾ ഓതിയാൽ നാളെ നേരം വെളുക്കുന്നത് വരെ 70,000 മലക്കുകൾ അവരെ കാക്കും എന്നാണ് സൂറത്തു ദുഖാൻ ഓതിയതിൻ്റെ മഹത്വം. അപ്പോൾ സൂറത്തു ദുഖാൻ ഓതുക. അതുപോലെ ഈ രാത്രിയിൽ സ്വതക്ക ചെയ്യൽ പ്രത്യേകം സുന്നത്തുള്ളൊരു രാത്രി കൂടിയാണ്. അതേപോലെ കുടുംബബന്ധം ചേർക്കുക, മരണപ്പെട്ടു പോയവരെ ഖബർ സിയാറത്ത് ചെയ്യുക, ഇങ്ങനെ നല്ല കാര്യങ്ങളെ കൊണ്ട് ഇന്നത്തെ രാത്രി നമ്മളൊക്കെ ധന്യമാക്കാൻ വേണ്ടി ശ്രമിക്കണം. എല്ലാവർക്കും തിരക്കാണ്. ഒഴിവ് കിട്ടിയിട്ട് ഒരാളൊരു കാര്യം ചെയ്യാന്നുള്ളത് ദുനിയാവിൽ ഉണ്ടാവുകയില്ല. പിന്നെയോ ഒഴിവ് നമ്മൾ ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഞാൻ ഇന്ന് മഗ്രിബ് മുതൽ ഇശാ വരെ എൻ്റെ മൊബൈൽ ഞാൻ തുറക്കൂല എന്ന് തീരുമാനിച്ചാൽ എല്ലാത്തിനും സമയം കിട്ടും. അല്ല, ഞാൻ ടൗണിൽ പോയി വരുമ്പോൾ തന്നെ മഗ്രിബ് കഴിഞ്ഞ് കുറേ ആയി, പിന്നെ വന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റുമ്പോൾ ഇശാ ആയി എന്ന് പറഞ്ഞാൽ കാര്യം നടക്കൂല. അതുകൊണ്ട് ഏതൊരു കാര്യത്തിൻ്റെയും തീരുമാനം ഇന്നാണ്. അതുകൊണ്ട് ഒരു മഗ്രിബിൻ്റെ ശേഷം എന്ത് തിരക്കുണ്ടെങ്കിലും, എന്ത് പണികൾ നമുക്കുണ്ടെങ്കിലും, എത്ര വാടിക എന്തുണ്ടെങ്കിലും എല്ലാം ഒഴിവാക്കിയിട്ട് ഇന്ന് അള്ളാഹുവിനോടൊന്ന് ദുആരക്കാൻ, നമ്മുടെ വരുന്ന ഒരു വർഷത്തെ ഒരു ബഡ്ജറ്റ് അത് നമ്മൾ ഇന്ന് റെഡിയാക്കാൻ അള്ളാഹുവിനോട് ദുആർന്നിട്ട് നാം തയ്യാറാകണം. ഇന്നത്തെ രാത്രി നമ്മുടെ വീടുകളിലും പള്ളികളിലും ഒക്കെ ഇതുകൊണ്ട് ധന്യമാക്കാൻ നാം ഒക്കെ ശ്രമിക്കണം. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾക്കതിന് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഈ ബറാഅത്തിൻ്റെ രാത്രി ദോഷം പൊറുത്ത, ബറാഅത്ത് എന്ന് പറഞ്ഞ എല്ലാം ഒഴിവാകുക എന്നാണ്. ഞങ്ങളെ ദോഷങ്ങളൊക്കെ ഒഴിവായവരിൽ ഞങ്ങളെ പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ പള്ളിയെയും ദർസിനെയും സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, നാട്ടിലുള്ളവർ, വിദേശത്തുള്ളവർ, ഗൾഫ് കമ്മ്യൂണിറ്റിയിലും ബാംഗ്ലൂരിലും മഹാനായ സാദാത്തങ്ങൾ, അവരെ ധാരാളം മുഹിബീങ്ങൾ എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. ഞങ്ങൾ മരിച്ചുപോയവരുടെ ഖബറുകളൊക്കെ നീ സ്വർഗമാക്കണം അല്ലാഹ്. പ്രത്യേകിച്ച് ഈ പള്ളിയുടെ ഖബർസ്ഥാനുള്ള എല്ലാ ഖബറാളികൾ, നിങ്ങളെ ബീവിയടക്കം നീ ദറജ ഏറ്റണം.